welcome you all to this exclusive KMAT coaching. This KMAT coaching will be comprising of covering all the areas that you need exclusively for appearing for the forthcoming Kerala MAT exam. ജൂണിലാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം the present situations scenario, how things will go, we really can't define or predict, but given the predictable dates, we'll be covering the portions which includes quantitative aptitude and logical reasoning. Myself, Daniel Francis, വീട് തൃശ്ശൂരാണ്, and I'll be taking care of random areas from quantitative aptitude and logical reasoning. I would like to thank Elims College for giving this opportunity to conduct this session, and I really hope this new venture will turn out to be beneficial for all those watching and all those appearing for the exam. Quantitative aptitude and logical reasoning കേരള മാറ്റ് മാത്രമല്ല, നിങ്ങൾക്കറിയാം MBA എൻട്രൻസിനെ സംബന്ധിച്ച് all entrance exams, MAT, CMAT, CAT, not only in these exams we have seen this kind of multiple choice questions, objective type questions in bank exams, say IBPS, government exams, say Kerala PSC, central government exam SSC, every hook and corner nowadays related to academics, career and job, we have competitive exam. Quantitative aptitude ഒറ്റയടിക്ക് കാണുമ്പോൾ the very first thing that everyone says in a layman language, it is maths. പക്ഷേ 12th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഒരാളെ സംബന്ധിച്ച് മാത്സ് എന്ന് പറയുമ്പോൾ the tentative idea that they have, മാത്സിനെ കുറിച്ചുള്ള ഒരു ധാരണ, അത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ അങ്ങനെയല്ല. When we say maths, second standard, third standard, fourth standard, ആ mathematics, arithmetics ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൈൻ, അത് നമുക്കിവിടെ ഹെൽപ്ഫുൾ ആണ്. പക്ഷേ with the advent of technology, gadgets, calculators, computers, mobiles, smartphones, ഇതൊക്കെ ഉപയോഗിച്ച് മാത്സ് ഡീൽ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇസ് ടോട്ടലി ഡിഫറെൻ്റ് ഏരിയ ഫോർ യു. ചോദ്യങ്ങൾ നിങ്ങൾക്ക് മാത്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ അത് അറ്റംപ്റ്റ് ചെയ്യുന്ന രീതി, അത് ആൻസർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, 4 ഓപ്ഷൻ ഇല്ലെങ്കിൽ 5 ഓപ്ഷൻ ആണല്ലോ. ഈ ചോദ്യം വായിച്ചിട്ട് ആ 4 ഓപ്ഷനിൽ അല്ലെങ്കിൽ 5 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ് the time that you take, the process of thinking that you make, that really affects especially you in this exam. Competitive exam എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ വിത്ത് യുവർ സെൽഫ് ആൻഡ് ദ കാൻഡിഡേറ്റ്സ്. നമ്മൾ കേരള മാറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്, MBA സീറ്റിന് വേണ്ടിയുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. Say thousands or lakhs of students are writing the MBA entrance exam, but do you really think that all of these students will be getting admissions or seats for MBA? അത്രയ്ക്കും എഴുതുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണോ ഇത്? നോ. സോ ദർ ഇസ് എ ഫിൽറ്ററിംഗ് പ്രോസസ് ടേക്കിംഗ് പ്ലേസ്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ലോജിക്കൽ റീസണിങ്ങിൻ്റെയും ചോദ്യങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ, when you see it for the first time, definitely ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിളായ ഒരു ചോദ്യമാണ്. പക്ഷേ ഇത് എല്ലാവരും ആൻസർ ചെയ്യുന്നു, it doesn't make sense, right? എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ട്. കറക്റ്റ് ആൻസറിന് മാത്രമല്ല ഇവിടെ ഇമ്പോർട്ടൻസ്, ദ റൈറ്റ് ആൻസർ വിത്തിൻ ദ ഷോർട്ട് ടൈം. ടൈം മാനേജ്മെന്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. 100 candidates are attempting for this exam in an exam hall. 100 കാൻഡിഡേറ്റ്. ഈ 100 ആൾക്കാർക്കും MBA സീറ്റ് അവൈലബിൾ അല്ല. പക്ഷേ എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓർ ലോജിക്കൽ റീസണിങ്, അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് എല്ലാവർക്കും ആൻസർ ഉണ്ട്. എല്ലാവർക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം സെൻസ് ഇല്ല, IQ ഇല്ല, ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ സച്ച് എ പേഴ്സൺ ദി ആൻസർ ഇസ് അവൈലബിൾ, പക്ഷേ നോട്ട് ഫോർ ഓൾ ഓഫ് ദം
the MBA seat is available. Not everyone will crack KMAT. അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് ക്രാക്ക് ദി എക്സാം. കട്ട് ഓഫ് ആണ് പറയുന്നത്, പാസിംഗ് മാർക്ക് അല്ല. എല്ലാവർക്കും ഉത്തരം കിട്ടും, പക്ഷെ എല്ലാവർക്കും അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ആദ്യം ചെയ്തത്, ആരാണ് കൂടുതൽ ശരി ചോദ്യങ്ങൾ, ശരി ഉത്തരങ്ങൾ പറഞ്ഞത്. മോർ ഓഫ് attempting the questions, getting more correct answers. Correct answer is definitely there, but more correct answer. So in that case, time management is important. In that case, getting the answer within a short time is important. So quantitative aptitude, logical reasoning ഏതെങ്കിലും ഒരു ടോപ്പിക് റാൻഡംലി എടുത്ത് ഇവിടെ ചോദ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് അതിനെങ്ങനെയാണ് ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഉത്തരങ്ങൾ ഷെയർ ചെയ്ത്, that is not my process. My process over here is ice breaking session. My process will start with an ice breaking session. ഇതുവരെ ഡിഗ്രി വരെ നമ്മൾ ചെയ്തൊരു രീതി, 10th വരെ സ്കൂളിൽ പഠിക്കുമ്പോൾ, പിന്നെ അതിൽ നിന്ന് വന്ന് ചെറിയൊരു ചേഞ്ച് 11th and 12th ചെന്നപ്പോൾ, ജൂനിയർ കോളേജിൽ ചെന്നപ്പോൾ, +1 +2 വാട്ട് എവർ യു കോൾ ഇറ്റ്, പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ, ഈ 3 ലെവലിൽ വന്ന് നമുക്ക് ചേഞ്ച് ഉണ്ട്. പ്രൈമറി സ്കൂൾ ലെവൽ, സെക്കൻഡറി ലെവൽ, +1 +2 and then degree level. We find ourselves that we have upgraded. വല്ലാണ്ട് വളർന്നു എന്ന് നമുക്ക് തോന്നും. വല്ലാണ്ട് എഡ്യൂക്കേഷൻ്റെ ഒരു ഡിഗ്രി അപ്ഗ്രേഡ് നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ നോ, വി റിയലി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ വീക്ക് ഇൻ സം ഏരിയാസ്. വി ആർ സപ്പോസ് ടു ഗെറ്റ് ദാറ്റ് ഫ്ലോ ഓഫ് ഡിജിറ്റ്സ് ആൻഡ് ആൽഫബറ്റ്സ്. ഏറ്റവും പ്രിസൈസ് ആയ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 എലമെൻറ്റ്സ് ആണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ച്, ഡിജിറ്റ് ആൻഡ് ആൽഫബറ്റ്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഓഡ് വൺ ഔട്ട്, കോഡിംഗ് ഡീകോഡിംഗ്, ആനലോജി, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, ആൽഫബറ്റ് റാങ്കിങ്, അങ്ങനെ ഒരുപാട് ടോപ്പിക് ആൽഫബറ്റ്സും ഡിജിറ്റ്സിനും ബേസ് ചെയ്തിട്ട് മാത്രം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇവിടെ ചില ചോദ്യങ്ങൾ നേരിട്ട് ചെയ്ത് ഐ ക്യാൻ definitely wind up this session as soon as possible. But as I told you, I need a little time in the starting level for cracking that kind of, സിമ്പിളായ ഭാഷയിൽ പറഞ്ഞാൽ തുരുമ്പ് പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, നമുക്ക് മൈൻഡിൽ തുരുമ്പ് പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ മാറ്റി പിടിക്കണം. നമുക്കറിയായിരുന്നു അതിൻ്റെ ഈസിയസ്റ്റ് മെത്തേഡ് എന്താണെന്ന്, പക്ഷേ കാൽക്കുലേറ്റേഴ്സും ഗാഡ്ജറ്റ്സും ഉപയോഗിച്ച് നമുക്കിപ്പോൾ അതിനോടൊരു ചെറിയ അഡിക്ഷൻ, അതില്ലാണ്ട് പറ്റില്ല എന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയും, പക്ഷേ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. സോ അതിൻ്റെ മുന്നോടിയായി ചെറിയ ഒരു സ്പീഡ് മാത്സ് സെഷൻ. We'll start off with a speed maths session. So ready for that? 2-3 things importantly I need before we start the session from your side. Your attitude. ഈ സെഷന് വേണ്ടി നിങ്ങൾ ഈ റെക്കോർഡിംഗ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആ ഒരു അപ്രോച്ച് നിങ്ങൾക്കുണ്ട്. 2, നിങ്ങളുടെ കോൺഫിഡൻസ്. ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ചോദ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഫിഡൻസ്, നിങ്ങളുടെ ഉത്തരങ്ങൾ ഫസ്റ്റ് ഉത്തരം പറയുമ്പോൾ, ഫസ്റ്റ് ഉത്തരം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, സോ വിത്ത് കോൺഫിഡൻസ് ആൻഡ് വിത്ത് ആറ്റിറ്റ്യൂഡ്, ഐ ഹോപ്പ് you are sitting with that 2 elements. Then I can give you the 3rd element, time management. So നമുക്ക് ഈ 3 എലമെന്റ്സും സ്റ്റാർട്ടിംഗ് സെഷനിൽ ഒന്ന് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. So let's start off. All the very best for your KMAT exams in advance, and let's start. Pause. How well do you know numbers? Numbers നേക്കാളും ഉപരി digits. I always say this to students, numbers ആണ് നമുക്ക് എളുപ്പം ആൽഫബറ്റ്സിനേക്കാളും. എല്ലാവർക്കും മാത്സിനോടൊരു പേടി, എല്ലാവർക്കും അല്ല, കുറേ ആൾക്കാർക്ക് മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ സ്റ്റുഡൻസ് എന്നോട് അത് ഫേസ് ചെയ്യുമ്പോൾ, വായിക്കുമ്പോൾ വരുന്നൊരു ഡിസ്ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വായിക്കുമ്പോൾ വരുന്നൊരു പ്രയാസം ഷെയർ ചെയ്യാറുണ്ട്. അത് കാണുമ്പോൾ മാത്രം. പക്ഷേ നമ്മളോട് ചോദിക്കുമ്പോൾ എനിക്ക് മാത്സ്, എനിക്ക് നമ്പേഴ്സ് ആണോ ആൽഫബറ്റ്സ് ആണോ കംഫർട്ടബിൾ, ആൽഫബറ്റ്സ് കുറേ ആൾക്കാർ പറയാറുണ്ട്.
A to Z 26 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. 0 to 9 10 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇൻഫിനിറ്റ് ആണ് നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും 1 2 3 4 5 6 7 8 9 10 is actually not a totally new character for us. നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിരിക്കുന്ന 0 and 1 കോമ്പിനേഷൻ ആണ്. അതുകൊണ്ടാണ് 787 കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ പറയും 788. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചു നോക്ക്. 10313 10313 10,313. 10313 കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ കംഫർട്ടബിൾ നമ്പർ അല്ലേ? പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കും 10314. ശരിയല്ലേ? പക്ഷേ പെട്ടെന്ന് ഓക്കെ, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കണം, എൽ കഴിഞ്ഞാൽ എന്താണ്? എൽ ഐ ആം പ്രിറ്റി ഷ്യൂർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരു മെജോറിറ്റി ആൾക്കാർ എൽ കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ABCDEFGHIJKL M പറയാൻ വേണ്ടി ഈ 12 ക്യാരക്ടേഴ്സ് വീണ്ടും എടുത്തു പറഞ്ഞ ആൾക്കാരാണ് കൂടുതൽ. എല്ലാവരും അല്ല, കൂടുതൽ. പക്ഷേ 10313 കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ 10314 പറയാൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ? That is because we have less number of characters when it comes to numbers and we have more characters to memorize when it comes to alphabets. പക്ഷെ ഇത് രണ്ടും നിങ്ങൾക്ക് ഇപ്പോഴും ആൽഫബറ്റ്സ് ആണ് കംഫർട്ടബിൾ എന്നാണ് നിങ്ങൾ പറയണേ. നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്പേഴ്സ് ആയിരുന്നു ബെറ്റർ, ആൽഫബറ്റ്സ് ഇച്ചിരി പ്രശ്നമാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഡിജിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ 1ന്റെ ഡബിൾ, ഇരട്ടി. ഇപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് ഒരു 5-10 മിനിറ്റ് സംസാരിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ലൈവായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യായിരുന്നു. പക്ഷേ ലൈവ് അല്ലാത്തതുകൊണ്ട് നോട്ട് ചെയ്യുക. ഡബിൾ ആൻഡ് സ്ക്വയർ, ഇതാണ് ഞാൻ എടുത്തെടുത്ത് പറയാം. ഡബിളും സ്ക്വയറും വേറെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഡബിൾ എന്ന് പറയുമ്പോൾ ഇരട്ടി, ഒരു നമ്പറിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ ആ നമ്പറിനെ അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യാം. ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴോ ആ നമ്പറിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡബിൾ is adding that number with itself, square is multiplying that number with itself. ഒന്നിന്റെ ഡബിൾസ്, ഡബിൾ 2, 2ന്റെ ഡബിൾ 4, 4ന്റെ ഡബിൾ 8, 8ന്റെ ഡബിൾ 16, 16ന്റെ ഡബിൾ 32, 32ന്റെ ഡബിൾ 64, 64ന്റെ ഡബിൾ 128. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കേണ്ടത്, ഈ സ്പീഡിൽ വിത്തൗട്ട് എനി ഗ്ലിച്ച് ഇങ്ങനെ ചിന്തിക്കാണ്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടോ? ഡിഗ്രി ലെവൽ കഴിഞ്ഞ നിങ്ങൾ, MBAക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി പോകുന്ന നിങ്ങൾ, സേ ദി ഏജ് ഗ്രൂപ്പ് ഷുഡ് ബി റഫ്ലി 20, 21, 22 ഇയേഴ്സ് ഓൾഡ് ആയ ഗ്രാജുവേറ്റ്സ് ആയ നിങ്ങൾക്ക് ഇങ്ങനെ ഡബിൾ ചെയ്തു പോകുമ്പോൾ are you really feeling comfortable? കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ അല്ലെങ്കിൽ BCA കഴിഞ്ഞ അല്ലെങ്കിൽ IT ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മേ ബി ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിരിക്കും ഇത്. കാരണം അവർ ഡീൽ ചെയ്യുന്ന മെമ്മറി ബിറ്റ്സ്, ബൈറ്റ്സ്, KB, GB, RAM സ്പേസ്, അതൊക്കെ ഈ ഒരു രീതിയിലാണ് വരാറ് അവർ കണ്ടിട്ടുള്ളത്. ഓക്കെ, പക്ഷെ അവർക്ക് പോലും BSc മാത്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പോലും BTech ആയാലും BCom ആയാലും BB ആയാലും ഏറ്റവും സിമ്പിളായ നമ്പേഴ്സിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 128 രൂപയ്ക്ക് നിങ്ങളൊരു റീചാർജ് ചെയ്യാൻ പോയി. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് പറഞ്ഞു എനിക്കും കൂടി ചെയ്തേക്ക് ഒരു മാസത്തെയോ 2 മാസത്തെയോ റീചാർജ്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യണം, ആൾക്കും ചെയ്യണം, 2 പ്രാവശ്യം ചെയ്യണം. സോ 128ന്റെ 2 റീചാർജ്. എത്ര കാശാണ് ഷോപ്പ് കീപ്പറിന് കൊടുക്കേണ്ടത്? ഇതിനു വേണ്ടി നിങ്ങൾ
സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ആശ്രയിക്കാറുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ഡെയിലി മാത്തമാറ്റിക്സ് നമ്മുടെ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നറിയണം. 128ന്റെ ഡബിൾ 256, 256ന്റെ ഡബിൾ 512. എങ്ങനെയാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്? 256, 250ന്റെ ഇരട്ടി 500 ആണെന്നറിയോ? ഇല്ലെങ്കിൽ പോട്ടെ, 200ന്റെ ഇരട്ടി 400, 50ന്റെ ഇരട്ടി 100, 400ഉം 100ഉം 500, 6ന്റെ ഇരട്ടി 12, 512. ഈ ഒരു രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? 1 double 2, that is 1 plus 1 is 2. 2 double 4, 2 plus 2 is 4. അങ്ങനെ. ആൻഡ് 512ന്റെ ഇരട്ടി 500ന്റെ ഇരട്ടി 1000, 12ന്റെ 24, സോ 1024, 1024. 1000ൽ പറയാ, ലാക്കിൽ പറയാ, ഈ ശീലങ്ങളൊക്കെ നിർത്തിക്കോളൂ. നമുക്ക് ഡിജിറ്റ്സ് മതി. 1024. ഇനി അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചാൽ മതി. സോ ഇത്രയും ഡബിൾസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായ ഇരട്ടി നോക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നും. പക്ഷേ KMAT എക്സാം ആദ്യമായിട്ട് എഴുതുന്ന നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തോന്നാം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആദ്യമായിട്ട് എഴുതുന്ന നിങ്ങൾക്കിത് അനാവശ്യമായിട്ട് ചിലപ്പോൾ തോന്നാം, സില്ലി ആയിട്ട് തോന്നാം. പക്ഷെ ഇതൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓരോ ക്ലാസ് നമ്മൾ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, സോ ഡബിൾസ് അറിയണം. നോട്ട് ചെയ്തോളൂ, എൻ്റെ ഒപ്പം തന്നെ എഴുതണം. നോട്ട് ചെയ്യുക, മെമ്മറൈസ് ചെയ്യാൻ നിങ്ങളുടേതായ രീതി കണ്ടുപിടിക്കുക. ഇവിടെ 3ന്റെ ഡബിൾ 6, 2ന്റെ ഡബിൾ 4, 6ന്റെ ഡബിൾ 12, 8ന്റെ ഡബിൾ 4ന്റെ ഡബിൾ 8. അങ്ങനെ പറയാൻ ചില നമ്പേഴ്സിൽ സാധിക്കും, ചിലതിൽ അത് സാധിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പറഞ്ഞുല്ലോ, 256, 200ന്റെ ഡബിൾ, 50ന്റെ ഡബിൾ, 6ന്റെ ഡബിൾ, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇത്ര ഡബിൾസ്, ഇത്ര മാത്രം. ഇത് കഴിഞ്ഞിട്ട് അറിഞ്ഞാലും തെറ്റൊന്നുമില്ല. 2048, 4096, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും ലോജിക്കൽ റീസണിങ്ങിലും ഫേസ് ചെയ്യാൻ പോകുന്ന നമ്പർ സീരീസ് എന്ന ടോപ്പിക്കിന് വേണ്ടി, നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഓഡ് വൺ ഔട്ട്, അനലോജി എന്ന ടോപ്പിക്സിന് വേണ്ടി എല്ലാം നമുക്ക് ഈ ഡബിൾസ് അറ്റ്ലീസ്റ്റ് 1024 വരെ അറിയേണ്ടതാണ്. ഓക്കെ, ഈ ഡബിൾസ് ഇവിടെ വയ്ക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഇതിന് റിലേറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. 1 is basically 2 raised to 0. Any number raised to 0 1 ആണ്, അറിയാലോ. 2 is 2 raised to 1. Any number raised to 1 is that number itself. Basic maths rules ആണ്. Any number raised to 0 is 1. Any number raised to 1 is that number itself. അല്ലേ? ഇതെന്താണെന്ന് അറിയാലോ. 2 raised to 2 ആണ് 4, അഥവാ 2 സ്ക്വയർ ആണ് 4. 2 ക്യൂബ് 2 raised to 3 ആണ് 8. 2 raised to 4 ആണ് 16. 2 raised to 5 ആണ് 32. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ബോർഡിൽ എഴുതി നിങ്ങൾ ഒരു പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കാൽക്കുലേറ്റർ ഇല്ല. ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ കാൽക്കുലേറ്റർ അലൗഡ് അല്ല, ഗാഡ്ജറ്റ്സ് അലൗഡ് അല്ല. റഫ് പേപ്പറും പാനും തരും, പക്ഷെ അതിൽ ചെയ്തിരിക്കാൻ സമയം കളയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദാറ്റ്സ് എ റോങ് ഐഡിയ. കാരണം നിങ്ങളെക്കാളും ബെറ്റർ മാത്തമാറ്റിക്കൽ എബിലിറ്റി, മെന്റൽ എബിലിറ്റി, സ്പീഡ് മാത്സിലെ ആൾക്കാർ നിങ്ങളുടെ പോലെ തന്നെ ആ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് നിങ്ങളെക്കാളും കൂടുതൽ സ്പീഡിൽ ഉത്തരം കിട്ടും. യു വിൽ സ്റ്റേ ബിഹൈൻഡ്. സോ നിങ്ങൾക്ക് ഇനി പ്രാക്ടീസ് ചെയ്യണം. റഫ് വർക്ക് ചെയ്യാണ്ട്, വർക്കൗട്ട് ചെയ്യാണ്ട് കാൽക്കുലേറ്ററും ഗാഡ്ജറ്റ്സ് പിന്നെ ഇല്ല. ഇതൊന്നും ഇല്ലാണ്ടും നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സ് അറിയണം. നമുക്ക് നമ്മുടെ പഴയ സ്കൂൾ മാത്സിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന കയ്യും ഇങ്ങനെയൊക്കെ നമ്മൾ കൂട്ടുകാരല്ലേ പണ്ടൊക്കെ, ആ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കണം. എങ്ങനെ? ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട്. It's 2 raised to 1, 2, 2 raised to 2, 4, 2 raised to 3, 8, 2 raised to 4, 16, 2 raised to 5, 32. So let's deal it. 2, 4, 8, 16, 32. I say it again. 2, 4, 6, 8, 16, 32. Weird ആയിരിക്കും. ഡിഗ്രി ലെവൽ കഴിഞ്ഞ, ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞ നിങ്ങൾ വീട്ടിൽ ഇതിരുന്ന് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സ്, യങ്ങർ സിബ്ലിങ്സ് ആണെങ്കിൽ കളിയാക്കാൻ ചാൻസ് ഉണ്ട്. MBAക്ക് വേണ്ടി നിങ്ങൾ എൻകറേജ് ചെയ്ത
ഈ ക്ലാസ്സിൽ ഇരിക്കണമെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി നിർബന്ധിച്ച നിങ്ങളുടെ പാരൻസും ഒരു പക്ഷെ നിങ്ങളിങ്ങനെ നോക്കും, ഇവനെന്ത് ഇങ്ങനെ കയ്യൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യണത്, വിയർഡായിട്ട് തോന്നിക്കോട്ടെ, KMAT എക്സാം വരെ മാത്രം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബെനിഫിഷ്യൽ ആണ്, ട്രസ്റ്റ് മീ പ്ലീസ്. സോ 2, 4, 8, 16, 32 ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ സാധിക്കുമോ? ഇങ്ങനെ മാത്രമല്ല, 32, 16, 8, 4, 2 ബാക്കിലേക്ക് ഓർത്ത് വയ്ക്കണം. കാര്യമുണ്ട്, ഉപകാരമുണ്ട്, ട്രസ്റ്റ് മീ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ ഓർത്ത് കഴിഞ്ഞു. അടുത്തത് 2⁶ ആയിരിക്കും, സ്വാഭാവികം. 64 32ന്റെ ഇരട്ടി. 2�7 ആയിരിക്കും, 128 64ന്റെ ഇരട്ടി. അങ്ങനെ 2⁸, 2⁹ ആൻഡ് 2⁻10 അല്ലേ? അപ്പൊ 2⁵ വരെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ളതും കൂടി നോക്കുകയാണെങ്കിൽ 64, 128, 256, 512, 1024. അപ്പൊ വീണ്ടും പറയാം, 2, 4, 8, 16, 32, 64, 128, 256, 512, 1024. ഇത് സ്പീഡിൽ പറയാൻ സാധിക്കണം. 2, 4, 8, 16, 32, 64, 128, 256, 512, 1024. മാത്രമല്ല ബാക്കിലേക്കും 1024, 512, 256, 128, 64, 32, 16, 8, 4, 2. You will definitely understand the importance of why I am making you do this primary school thing very soon. Trust me. Okay, ഇത്രയുമാണ് ഡബിൾസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്.